അമ്മായിയമ്മയോ മരുമകളോ ആരെങ്കിലും ഒരാൾ ചായയും കൊണ്ട് വരണമെന്ന് ഞാൻ പറഞ്ഞപ്പോ മരുമോള് തന്നെ വന്നതിന്റെ കാരണം മനസ്സിലായില്ല. ആ എന്തായാലും തമ്പുരാട്ടി തന്നെ ചായയും കൊണ്ട് എഴുന്നള്ളിയതല്ലേ, ഇങ്ങ് തന്നേക്ക്. അമ്മായിയമ്മയെ ഒഴിവാക്കി മരുമകള് തന്നെ ചായ എടുത്ത് വന്നതിന്റെ കാരണമല്ലേ മാഡത്തിന് അറിയേണ്ടത്? ഒന്നുറങ്ങി എഴുന്നേറ്റപ്പോ പഴയ കഥകളൊക്കെ മറന്നുപോയെങ്കിൽ അതൊന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി തന്നെയാണ് ഞാൻ നേരിട്ട് വന്നത്. അയ്യോ, എന്താ ഈ വീഡിയോ ഞാൻ സോഷ്യൽ മീഡിയയിൽ കൊടുക്കണോ? എന്തു പറയുന്നു? അയ്യോ, സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുമെന്ന് നീ ഭീഷണിപ്പെടുത്തുമ്പോ അത് കേട്ട് ഞാനങ്ങ് വിറച്ചു പോകുമെന്ന് കരുതിയോ നീ? ഹാ, അതിന്റെ കാലമൊക്കെ കഴിഞ്ഞു നിധി. എന്റെ മുന്നിന്ന്. ഓഹോ, അപ്പൊ മാഡം ജയിലിലേക്ക് തന്നെ പോവാൻ തീരുമാനിച്ചല്ലേ? എങ്കിൽ പിന്നെ ഞാനും തിരുത്താൻ നിൽക്കുന്നില്ല. ഇപ്പൊ തന്നെ ACP മഹേഷ് സാറിന് ഞാൻ ഈ വീഡിയോ അയച്ചു കൊടുത്തേക്കാം. നീ വെറുതെ ഫോണിലിട്ട് തോണ്ടണ്ട. ആ വീഡിയോ അതിലില്ല. ഞാനത് ഇന്നലെ രാത്രി തന്നെ ഡിലീറ്റ് ആക്കി. ഇന്നലെ ഭാര്യയും ഭർത്താവും കൂടി ഹാളിൽ വലിയ പ്രണയാഭിനയമൊക്കെ ആയിരുന്നല്ലോ. ആ ഒരു ടൈം ഞാനങ്ങ് വസൂലാക്കി മോളെ. കാര്യവും സാധിച്ചു. നിന്റെ ഫോൺ എടുത്ത് ആ വീഡിയോ എന്നേക്കുമായിട്ട് അങ്ങ് ഡിലീറ്റ് ചെയ്തു. ആ ഒരു വീഡിയോ വെച്ച് നീ എന്തൊക്കെ കളികളാടി കളിച്ചത്. എന്നെ അപമാനപ്പെടുത്താവുന്നതിന്റെ അങ്ങേ അറ്റ അപമാനിച്ചതല്ലേ നീ? അത് വെച്ച് നീ എന്നോട് വിലപേശി എന്നെ കൊണ്ട് തന്നെ നിന്നെ ഈ വീട്ടിലേക്ക് തിരിച്ചു വിളിപ്പിച്ച് ശിവാനിയെ കൊണ്ട് ആരതി വെടിപ്പിച്ചു. എന്റെ അന്തസ്സും അധികാരവും എല്ലാം നീ കവർന്നെടുത്തില്ലേ? ഒറ്റയ്ക്ക് പോരാടി ബിസിനസ്സിലെ വിജയങ്ങൾ മാത്രം കൊയ്തുകൂട്ടിയ എന്നെ സർവ്വ ആൾക്കാരുടെ മുന്നിൽ വെച്ച് അപമാനിച്ചില്ലേ നീ? കഴിഞ്ഞു, ഇതോടെ കഴിഞ്ഞു നിന്റെ വിളച്ചില്. ഇനി നിന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. ഇനി നീ കാണാൻ പോകുന്നത് നീ കുടത്തിൽ അടച്ചു എന്ന് അഹങ്കരിച്ച ആ പഴയ വസുന്ധരയാ. ഇനി അധിക സമയം ഒന്നും വെച്ച് പൊറുപ്പിക്കലടി നിന്നെ ഞാൻ. നിന്നെ ഇവിടുന്ന് തുരത്തി ഈശ്വരമംഗലം ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ ചെയർമാൻ പദവി ഉൾപ്പെടെ സർവ്വ അധികാരങ്ങളും ഞാൻ തിരിച്ചു പിടിച്ചിരിക്കും. നിന്റെ കഷ്ടകാലം തുടങ്ങുകയാണ് നിധി. മാഡം സോറി മാഡം, അങ്ങനൊരു വീഡിയോ എന്റെ കയ്യിൽ കിട്ടിയപ്പോ അറിയാതെ ഞാൻ എന്തൊക്കെയോ ചെയ്തു പോയി. മാഡത്തിനോട് പറയാൻ പാടില്ലാത്ത പലതും ഞാൻ പറഞ്ഞു.